ബിലാൽ, കേൾക്കാമോ? ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്? നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അപകടത്തിൽ 4 പേർക്കാണ് മരണം സംഭവിച്ചത്. അവർ 4 പേരും പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശികളായിട്ടുള്ളവരാണ്. പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. 2 കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. അനു എന്ന 28-കാരി, അവരുടെ പിതാവ് ബിജു, ഒപ്പം തന്നെ മത്തായി ഈപ്പൻ, മകൻ നിതിൻ എന്നിങ്ങനെ 4 പേരാണ് മരണമടഞ്ഞത്. ഇന്ന് പുലർച്ചെ 4:15 കൂടിയാണ് അപകടമുണ്ടായത്. അപകട വിവരം അറിഞ്ഞ് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത് മാത്രമേ ഉള്ളൂ. അവർക്കും ഈ അപകടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. എതിർദിശയിലെത്തിയ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടാകുന്നത്. ബസ് യാത്രക്കാരായ ആർക്കും കാര്യമായ പരിക്കുകൾ ഇല്ല. അതേസമയം ചേട്ടാ, നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്താണ്? ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല ചേട്ടാ, അത്രേ ഉള്ളൂ. ബന്ധുക്കൾക്കും പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിദാരുണമായ അപകടത്തിലാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. മൃതശരീരങ്ങൾ 3 താലൂക്ക് ആശുപത്രിയിൽ ആണുള്ളത്. ഒരാൾ ചികിത്സയ്ക്കായി കൊണ്ടുപോകവേ മരണമടഞ്ഞു. ആ മൃതശരീരം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപകട സ്ഥലം എന്നുള്ളത് കോന്നിയിൽ നിന്ന് ഏറെക്കുറെ 5 കിലോമീറ്റർ മാറി പുനലൂർ മൂവാറ്റുപുഴ ദേശീയ പാതയിൽ കൂടൽ മുറിഞ്ഞകലിലാണ് ഉണ്ടായിട്ടുള്ളത്. 4:15 കൂടിയാണ് അപകടമുണ്ടായത്. വാഹനത്തിൻ്റെ ഡ്രൈവർമാർ ആരെങ്കിലും ഒരുപക്ഷെ ഉറങ്ങിപ്പോയതോ അശ്രദ്ധമായ ഡ്രൈവിങ്ങോ അമിത വേഗതയൊക്കെ തന്നെ അപകടത്തിന് കാരണമായിട്ടുണ്ടായേക്കാം എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിൻ്റെ അന്വേഷണം ആ ദിശയ്ക്ക് എത്തേണ്ടതുണ്ട്. ഈ വിമാനത്താവളത്തിൽ ബന്ധുവിനെ ആക്കിയ ശേഷം തിരികെ എത്തുന്ന വഴിക്കായിരുന്നു ഈ അപകടം ഉണ്ടായതല്ലേ ബിലാൽ? ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ബന്ധുക്കളും നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടുള്ളവരാണ്. മറ്റ് വിവരങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വിമാനത്താവളത്തിൽ ബന്ധുവിനെ യാത്രയാക്കിയ ശേഷം വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വീട് എത്തുന്നതിന് ഏറെക്കുറെ 8 കിലോമീറ്റർ മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അറിയാം സാർ? നമുക്ക് ലഭ്യമാകുന്ന ഇപ്പോഴത്തെ വിവരം എന്താണ്? ഇപ്പോഴത്തെ വിവരം 4 പേര് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. എന്ന് വെച്ചാൽ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. മുത്തൂറ്റ് ഹോസ്പിറ്റലുണ്ട് ഒരാൾ, ഒരു ലേഡി മുത്തൂറ്റ് ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസും കൂടെ എടുത്തതിന് ശേഷം പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. ബസ്സിലുണ്ടായിരുന്ന ആൾക്ക് പരിക്കില്ല. അതിലൊരാൾക്കൊരു ചെറിയൊരു അയ്യപ്പ ഭക്തന് ചെറിയൊരു ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. ആളിവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോയി. കാലിലൊരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. എത്രയാണ് ഇപ്പോഴത്തെ ഉള്ള അറിവ്. ബാക്കിയുള്ളത് അവരെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നേ ഉള്ളൂ. അത് അന്വേഷിക്കാനായിട്ട് നമ്മൾ മാക്സിമം എടുക്കാനുള്ള അവരെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള ഇത് കളക്ട് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അവർ 1-2 ആളുകളെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പിന്നെ പരിക്കേറ്റവർ ഇപ്പോൾ ഇതിലൊരു ചികിത്സയിലുണ്ടോ? ഇല്ല, ആരുമില്ല. അത് ഒരു അയ്യപ്പ ഭക്തൻ മാത്രമേ ഉള്ളായിരുന്നു. പുള്ളി ഇപ്പം പോയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം പുറത്തോട്ട് പോയിട്ടുണ്ട്. മരിച്ചവരുടെ വിലാസങ്ങൾ വല്ലതും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? നമ്മൾ എടുത്ത് തരാം. കുറേ അതിൻ്റെ ഒന്ന് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ അഡ്രസ്സൊക്കെ വെരിഫൈ ചെയ്യാനുള്ളൊരിത് പോയിട്ടേ ഉള്ളൂ. വെരിഫൈ ചെയ്തിട്ട് എൻ്റെ ബാക്കി തിരിച്ചു തരാം. എത്ര മണിക്കായിരുന്നു അവിടെ? 4:15 4:30 ആ ടൈമായി കാണും. ഒരു 4-4:30 രക്ഷാപ്രവർത്തനത്തിൽ അല്ല, ഞങ്ങൾ ഇന്ന് നൈറ്റ് പെട്രോളിങ് ഇരുന്ന സമയത്താണ് വിളിക്കുന്നത്. അവിടെ ഒരു മുറിഞ്ഞകൽ ഭാഗത്ത് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേന് നാട്ടുകാർ ആദ്യം തന്നെ ഒരാളെ ഏതാണ്ട് ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. ആദ്യം തന്നെ ഒരാളെ കൊണ്ടുപോയി. അത് കണ്ടപ്പം തന്നെ അറിയാം വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ബാക്കി ആംബുലൻസ് പിന്നെ ഫയർഫോഴ്സുകാരെത്തി. ബാക്കി നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ആ വണ്ടി വെട്ടിപ്പൊളിച്ച് ബാക്കിയുള്ളവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക ചെയ്തു.